കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ച 19 സിനിമകളും IFFKയിൽ പ്രദർശിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റേതാണ് തീരുമാനം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർക്കാഴ്ചയാണ് ചലച്ചിത്രമേളയിൽ ഉണ്ടായിരിക്കുന്ന സെൻസർഷിപ്പ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. IFFKയിൽ ചില സിനിമകൾക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശക്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപ മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ച 19 ചിത്രങ്ങളും തിയേറ്ററുകളിലെത്തും. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ, ബീഫ്, ഹാർട്ട് ഓഫ് ദി വൂൾഫ്, ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് എന്നീ 4 ചിത്രങ്ങൾക്ക് രാവിലെ തന്നെ പ്രദർശനാനുമതി ലഭിച്ചിരുന്നു. ഉച്ചയോടെ മറ്റു ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു. കേന്ദ്ര നടപടി അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർചിത്രമാണ് IFFKയിൽ ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ചിത്രങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ പറഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ സ്ക്രീനിങ്ങിൽ റീഷെഡ്യൂൾ ചെയ്യുമ്പോണ്ടാവുന്ന ചെറിയ പ്രയാസങ്ങളുണ്ടാകും. അത് നമുക്കതെങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. അല്ലാതെ പറഞ്ഞിരിക്കുന്ന എല്ലാ സിനിമകളും ഈ ഫെസ്റ്റിവലിൽ കാണിച്ചിരിക്കും. അതുകൂടെ തന്നെ ഒരു സിനിമാ പ്രേമികളും ഒരു തരത്തിലും ഒരാശങ്കയും വേണ്ട. വളരെ സുഗമമായി IFFK 30ാമത് എഡിഷൻ ഇവിടെ പര്യവസാനിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകും. അതിനെക്കുറിച്ചൊന്നും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം സിനിമകൾ കാണിക്കുക എന്നതാണ്. ഇനി അതിൻ്റെ ഭാവി എന്താണോ സംഭവിക്കുക അതൊക്കെ പിന്നീട് ഈ ഫെസ്റ്റിവൽ കഴിയട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. ഇപ്പോഴൊറ്റ തീരുമാനമുള്ളൂ. കേരള സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ഇവിടെ ബാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ ഞങ്ങൾ കാണിക്കാൻ തീരുമാനിച്ചു. 1925 പുറത്തിറങ്ങിയ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ തടസ്സം കൂടാതെ IFFKയിൽ പ്രദർശിപ്പിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.